നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ചരിത്രപരമായ ഒരു നേട്ടത്തെക്കുറിച്ചാണ്. ഗൾഫ് മേഖലയിലെ നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായ ഒമാനും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒരു സാധാരണ വാർത്തയല്ല. ഇത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ, അതായത് 20 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒമാൻ എന്ന രാജ്യം മറ്റൊരു വലിയ രാജ്യവുമായി ഇത്തരമൊരു സുപ്രധാന കരാറിൽ ഏർപ്പെടുന്നത്. ആ രാജ്യം നമ്മുടെ ഭാരതമാണ് എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. എന്താണ് ഈ കരാറിന്റെ കാതൽ എന്ന് നമുക്ക് നോക്കാം. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 98% ഉൽപ്പന്നങ്ങൾക്കും നികുതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആക്സസ് ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ വസ്ത്ര വ്യാപാരികൾ, ഭക്ഷണ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നവർ, രത്നങ്ങളും ആഭരണങ്ങളും നിർമ്മിക്കുന്നവർ, വാഹന നിർമ്മാതാക്കൾ, ഇവർക്കെല്ലാം ഒമാനിലെ വിപണിയിലേക്ക് ഇനി തടസ്സങ്ങളില്ലാതെ പ്രവേശിക്കാം. ഇത്രയും കാലം നികുതിയുടെ രൂപത്തിൽ നൽകേണ്ടി വന്നിരുന്ന വൻതുക ലാഭിക്കാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കുന്നു. നമ്മുടെ വ്യാപാരികൾക്ക് വലിയൊരു ഊർജമായി മാറുമെന്നതിൽ തീർച്ചയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പുനരുപയോഗ ഊർജം പോലുള്ള പുതിയ മേഖലകളിലും ഈ സഹകരണം ഉണ്ടാവും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തെയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെയും കുറിച്ച് എടുത്തു പറയേണ്ടത്. കാരണം ഈ ഒരു കരാർ ഇത്ര വേഗത്തിൽ ഇത്രയും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് മോദിജിയുടെ നയതന്ത്രപരമായ മികവ് ഒന്നുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, 2023 നവംബറിൽ ഈ കരാറിനെ കുറിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അത് സാധാരണ ഗതിയിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന ഇത്തരം സങ്കീർണമായ ചർച്ചകൾ വെറും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞു എന്നത് മോദി സർക്കാരിന്റെ കാര്യക്ഷമതയുടെ തെളിവ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാനിൽ ലഭിച്ച ഗംഭീര സ്വീകരണം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഒമാൻ ഭരണാധികാരികളുമായി അദ്ദേഹം സ്ഥാപിച്ചെടുത്ത വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയധികം ഊഷ്മളമാക്കാൻ കാരണം. ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ ഉയർത്തുക എന്ന മോദിയുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ യാത്രയുടെ ഏറ്റവും ഒരു പകുതിയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഓരോ രാജ്യവുമായിട്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ കരാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രിട്ടനുമായി നേരത്തെ ഉണ്ടാക്കിയ കരാറിന് പിന്നാലെയാണ് ഇപ്പോൾ ഒമാനുമായും കൈകോർക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ എന്നാൽ പങ്കാളിത്ത രാജ്യത്തിനും നേട്ടമുണ്ടാകുന്ന മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന തന്ത്രമാണ് മോദി ഇവിടെയും പയറ്റുന്നത്. ഇനി അല്പം കണക്കുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. 2020 ശേഷം ഒമാനിലുള്ള ഇന്ത്യൻ നിക്ഷേപം 3 ഇരട്ടിയായി വർദ്ധിച്ച് $500 കോടി എത്തിയിരിക്കുന്നു എന്നത് ഒമാന്റെ വാണിജ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് എന്നത് തന്നെയാണ്. ആ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണം സുരക്ഷിതവും സുതാര്യവുമാണ് എന്ന തോന്നൽ ലോകരാജ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ്. മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒമാൻ ഒരു പ്രത്യേകതയുണ്ട്. UAE-യെയും സൗദിയെയും പോലെ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും പൈതൃകവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയുമായി ആയിരക്കണക്കിന് വർഷത്തെ ബന്ധമുള്ള ഒരു രാജ്യമാണ് ഒമാൻ. പലപ്പോഴും പാകിസ്ഥാനുമായുള്ള വിഷയത്തിൽ മറ്റ് പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് മാറ്റിയപ്പോഴും ഇന്ത്യക്കൊപ്പം അല്ലെങ്കിൽ കൃത്യമായ നിഷ്പക്ഷത പാലിച്ചു നിന്ന രാജ്യമാണ് ഒമാൻ. ആ സൗഹൃദത്തിന് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്. ആ കരാർ ഒമാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഭാവിയിൽ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായും സമാനമായ കരാറുകളിലേക്ക് എത്താനായിട്ട് ഇത് ഇന്ത്യക്ക് വഴി തുറക്കും, അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഒമാനും അതിൽ വലിയൊരു പങ്ക് വഹിക്കും. സാങ്കേതിക വിദ്യ, ബഹിരാകാശം, പ്രതിരോധം, തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യയും ഒമാനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ സാധാരണക്കാരായ വ്യാപാരികൾക്ക് പുതിയൊരു വിപണി തുറന്നു കിട്ടുകയാണ്. രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ഒഴുകാൻ പോവുകയാണ്. ഒപ്പം ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയരുന്നു. മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നം
ലോകം ഏറ്റെടുക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ കരാർ. വരും നാളുകളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിച്ചുചാട്ടത്തിന് ഈ ഒമാൻ കരാർ വലിയൊരു ഇന്ധനമാകും എന്ന് തീർച്ച തന്നെയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഒമാനുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഇന്ത്യയുടെ ഭാവിക്ക് വളരെയധികം ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.